8 ദിവസത്തെ ദൌത്യത്തിനായാണ് സുനിത വില്യംസ് യാത്ര പുറപ്പെട്ടത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് 7 മാസത്തിലേറെയായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിരവധി പരീക്ഷണങ്ങളും ആഘോഷങ്ങളും ബഹിരാകാശത്ത് നടത്തിയിരുന്നു. സുനിത വില്യംസും നിക് ഹേഗും സ്പേസ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തുവന്നത്. 8 ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത നടത്തുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തേക്കെത്തിയ രണ്ടുപേരുടെയും വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 6.5 മണിക്കൂർ നീണ്ട ബഹിരാകാശ നടത്തമാണ് ലക്ഷ്യം. സുനിതയുടെ കരിയറിലെ 8ാമത്തെ സ്പേസ് വാക്കാണിത്. ഹേഗിന്റെ നടത്തുന്നത് 4ാമത്തെ നടത്തവും. സുനിത വില്യംസ് കരിയറിലെ സ്പേസ് വാക്കുകളുടെ ദൈർഘ്യം 56 മണിക്കൂറിലേക്ക് ഉയർത്തി. ജനുവരി 23-ന് അടുത്ത സ്പേസ് വാക്കിന് ഇറങ്ങുന്നതോടെ സുനിത വില്യംസ് റെക്കോർഡിടും. വനിതകളുടെ ബഹിരാകാശ നടത്തങ്ങളിൽ പുതിയ റെക്കോർഡാവും അത്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള പെഗ്ഗി വിറ്റ്സണിനെയാണ് സുനിത മറികടക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭയായ വനിതാ സഞ്ചാരികളിൽ ഒരാളാണ് സുനിത വില്യംസ്. സുനിത ISSന് പുറത്തിറങ്ങിയതോടെ കരിയറിലെ ബഹിരാകാശ നടത്തത്തിന്റെ ദൈർഘ്യം 56 മണിക്കൂറും 4 മിനിറ്റുമായി. സുനിതയുടെ 8ാം ബഹിരാകാശ നടത്തം 6 മണിക്കൂർ നീണ്ടുനിന്നു. 23-ാം തീയതി സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശ നടത്തത്തിന് ഇറങ്ങും. 23-ാം തീയതിയിലെ സ്പേസ് വാക്ക് 4 മണിക്കൂറിലേറെ നീണ്ടുനിന്നാൽ ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന് സ്വന്തമാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.